1981 കാലത്തിൽ ജാപ്പനീസ് മാർക്കറ്റിൽ ഒരു സബ് കോമ്പാക്റ്റ് കാറായിട്ട് ഇറങ്ങി. പിന്നീട് അതിൻ്റെ സെഡാൻ വന്നു, പിന്നെ അതിൻ്റെ കൺവേർട്ടബിൾ വന്നു. അതാണ് നമ്മുടെ ഹോണ്ട സിറ്റി. ഫ്യൂവൽ എഫിഷ്യൻസിയും ഇന്നോവേറ്റീവ് ഫീച്ചേഴ്സുമാണ് ഹോണ്ട സിറ്റിയുടെ പോപ്പുലാരിറ്റി കൂട്ടാൻ ഏറ്റവും മുന്നിൽ നിന്ന രണ്ട് കാരണങ്ങൾ. ഹോണ്ട സിറ്റി ടൈപ്പ് 2, അതായത് സെക്കൻഡ് ജനറേഷൻ ഓഫ് ഹോണ്ട സിറ്റി 1996 തൊട്ട് 2003 കാലഘട്ടത്തിലാണ് വന്നിരുന്നത്. ഓൾഡ് ജനറേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്ലീക്ക് ഡിസൈനാണ് പുതിയ സെക്കൻഡ് ടൈപ്പ് ഓഫ് ജനറേഷൻ ഓഫ് ഹോണ്ട സിറ്റിക്കകത്ത് വന്നിരുന്നത്. ഈ കിടക്കുന്ന വണ്ടി അതായത് 1.3 ലിറ്റർ SOHC IDSI എൻജിൻ വരുന്ന വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, SOHC എന്താണ്? സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ്. അത് DOHC എന്ന് പറയുമ്പോൾ ഡ്യുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ്. ഈ സിംഗിളിനകത്ത് വരുന്നത് ഒറ്റ ഒരു ക്യാം ഷാഫ്റ്റ് ആയിരിക്കും ഈ സിലിണ്ടർ ഹെഡിൽ വരുന്നത്. ഈ ഒറ്റ ക്യാം ഷാഫ്റ്റാണ് ഈ പറയുന്ന ഇൻടേക്കും എക്സോസ്റ്റ് വാൽവിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഈ സിലിണ്ടർ ഹെഡിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇത് ടൈമിംഗ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ക്രാം ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ SOHC എൻജിൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര സിംപിളറും കോമ്പാക്റ്റുമാണ് DOHCയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കൂടുതലും പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടിയിലേക്ക് നോക്കുമ്പോൾ DOHC എൻജിൻസാണ് വന്നിരുന്നത്. വണ്ടി ഒന്ന് പെർഫോമൻസ് ട്യൂണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്ന എൻജിൻസ് തന്നെയാണ് SOHC എൻജിൻസ്. ഹായ് ബ്രോ, വെൽക്കം. നമ്മളിവിടെ നിന്ന് ബിലാൽ ബ്രോ ഉണ്ട്, കാറിൻ്റെ ഓണറാണ്. ബ്രോ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പേര് ബിലാൽ, മാഞ്ഞാലാണ് സ്ഥലം, ബിസിനസ്സാണ്. അപ്പം എങ്ങനെയാണ് കാറിൻ്റെയൊക്കെ പാഷൻ തുടങ്ങുന്നത്? ചെറുപ്പം മുതലുള്ള ഒരിതായിരുന്നു, ക്രേസായിരുന്നു. ഓക്കെ. അപ്പം ഫസ്റ്റ് കാർ ഇതാണോ അതോ ഇതിന് മുന്നേ കാർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഫസ്റ്റ് കാർ തന്നെ ഇത് തന്നെയാണ്. അപ്പം ഇതൊരു ഡ്രീം ബിൽഡായിരുന്നു. ഇതെടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എടുക്കാൻ ഇങ്ങനത്തെ വണ്ടി പണിത് ഒരുപാട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതിൽ ഹോണ്ട സിറ്റി തന്നെ എടുത്ത്. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ഇതുണ്ടായിരുന്നോ? ഇല്ല, ഈ ഒരു സെറ്റപ്പ് തന്നെ പണിതിറക്കാനുള്ള ഇതായിരുന്നു. ഞാൻ 2017 കാറ് എടുക്കുന്നത്. എടുത്തേണ്ടത് എന്തൊക്കെയാണ് ആ സമയത്ത് മോഡിഫിക്കേഷൻസ്? എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൊല്ലം എടുക്കുക. എനിക്ക് പെയിൻറ്റിങ്ങിനായിട്ട് കിടക്കൊണ്ടുവന്നു വണ്ടി. പുള്ളി ഈ പെയിൻറ്റിങ് ഒരു ഇത്തിരി ഇതായ കാരണം പുള്ളിയും ഇത്തിരി ലാഗായിരുന്നു. അത് കഴിഞ്ഞ് പെയിൻറ്റിങ് കഴിഞ്ഞ് പിന്നെ ഞാൻ ബാക്കിയുള്ള പണിക്ക് മലപ്പുറത്ത് കൊണ്ടുപോയാണ് ചെയ്തത്. ഇവിടെ ഒന്നും ചെയ്യാൻ ഫസ്റ്റിൽ ഈ കളർ തന്നെയായിരുന്നു വണ്ടി? ഇല്ല, ഫസ്റ്റിൽ ഗോൾഡൻ കളറായിരുന്നു. ഗോൾഡൻ കളറായിരുന്നു. ആ സമയത്ത് എന്തൊക്കെയായിരുന്നു? വണ്ടി എടുത്തപ്പോൾ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒരു അലോയ്സും ഒരു എക്സോസ്റ്റും കയറ്റിയിരുന്നു. നോർമൽ എക്സോസ്റ്റ് തന്നെയായിരുന്നു. അത് 2018 ഒരു 18 ഞാൻ ഫുൾ പണിയാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് എന്തുകൊണ്ട് പെർഫോമൻസിലേക്ക് എത്തണമെന്ന് വിചാരിച്ചത്? ഞാൻ വണ്ടി എടുത്തപ്പോഴേ പണിയണമെന്നുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ ഫണ്ടിൻ്റെ ഒക്കെ ഒരു ഇത് ഒപ്പിച്ച് അങ്ങനെ പണിയാനുള്ള സെറ്റപ്പിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് തുടങ്ങിയത്? ഫസ്റ്റ് പെയിൻറ്റിങ്ങും സ്കേർട്ടിങ്ങും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്തിട്ടാണ് ചെയ്തത്. പണിയാൻ കയറ്റിയപ്പോൾ ഒരു കൊല്ലത്തോളം അവിടെ വണ്ടി ഡിലേ ആയി കിടന്നിരുന്നു പെയിൻറ്റിങ്ങിൻ്റെ ഇതായിട്ട്. 2-3 പ്രാവശ്യം പെയിൻറ്റ് അടിച്ചിട്ടാണ് ഒന്ന് സെറ്റായത്. ഓക്കെ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ മലപ്പുറത്ത് കൊണ്ടുപോയാണ് ചെയ്തിരുന്നത്. ബ്രോ, ഇപ്പോൾ ബൈക്സിനോട് പാഷൻ ഉണ്ടായിരുന്നോ അതോ കാർസിനോട് മാത്രമേ ഉള്ളായിരുന്നു പാഷൻ? കാർസിനോടായിരുന്നു താല്പര്യം കൂടുതലും. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എൻ്റെ ഇപ്പോൾ ചെയ്തേക്കുന്ന വർക്കിനെ പറ്റിയൊക്കെ നമ്മുടെ കമ്പനിക്കാരൻ തന്നെ ചെയ്തത്. അപ്പോൾ നമുക്ക് അവരെ വിളിച്ച് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ബ്രോ വെൽക്കം. അപ്പം ബ്രോയാണ് വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. ബ്രോ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അനസ് എന്നാണ്. നമ്മളിപ്പോൾ സാമുറായി പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യുന്നുണ്ട്. ഒരു പേജ് ബേസ് ഗരാജും ഒരു ചെറിയൊരു ഗരാജ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യുണീക്കായിട്ട് എന്തെങ്കിലും കാർ കൾച്ചറിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒരു ഇതിലായിരുന്നു നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എക്സോസ്റ്റ് വർക്ക്, പെർഫോമൻസ് വർക്ക്. അപ്പോൾ ഞങ്ങൾ ഒരു 2 കൊല്ലത്തോളം എടുത്ത് ബിൽഡ് ചെയ്താണ് ഒരു ബാങ്ങർ മൊഡ്യൂള്, പിന്നെ ഫ്ലെയിം ത്രോവർ കിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണത്. ഫസ്റ്റ് അപ്പം ഓണറിൻ്റെ അപ്രോച്ച് എന്തായിരുന്നു? പുള്ളി ഇതിപ്പോൾ ഏകദേശം ഒരു 2017-18 പുള്ളി ബിൽഡ് ചെയ്ത വണ്ടിയാണ്. ഒരു എസ്തെറ്റിക്കലി മോഡിൽ വൈറ്റ് ബോഡി കാര്യങ്ങൾ, ഒരു 2 തീം കളർ ഒക്കെ. അപ്പോൾ അന്ന് പുള്ളി യുണീക്കായിട്ട് നിൽക്കാനാണ് ചെയ്തത്. അപ്പോൾ ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി യുണീക്കായിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യണമെന്നുള്ളൊരു അപ്രോച്ചിലാണ് പുള്ളി നമ്മളെ കോണ്ടാക്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്ത്, അതായത് ഒരു ഹുഡ് എക്സിറ്റ്, ഫുൾ സിസ്റ്റം എക്സോസ്റ്റ്,
സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വിത്ത് ഒരു 15 മോഡ്സുള്ള ബാങ്കർ കിറ്റ് ചെയ്യുക ആൻഡ് ഫ്ലെയിം കിറ്റും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു കോംബോ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് പുള്ളി ഓക്കെ പറഞ്ഞ് നമ്മൾ ബിൽഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എന്തായിരുന്നു അതിൻ്റെ ഫസ്റ്റ്? ഇത് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫുൾ സിസ്റ്റം ഹെഡർ അടിച്ചിട്ടുണ്ട്. അതും 2 ഇഞ്ച് പൈപ്പിലാണ് അടിച്ചേക്കണം. 4:2:1 റേഷ്യോയിൽ. ഒരു ഷോർട്ട് ക്യാനും വെച്ചിട്ടുണ്ട് ആ ഒരു ബേസി നോയ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലെയിം ത്രോവർ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ അടുത്ത അപ്ഡേഷൻ പുള്ളി പറഞ്ഞേക്കണത് ഒരു പെർഫോമൻസ് ഫിൽറ്ററും കൂടിയാണ്. എയർ ഫിൽറ്ററോടെ മാറും. അതെ അതെ അതെ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ? ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുഡ് എക്സിറ്റ് ആയിരുന്നു. അപ്പം മാക്സിമം നമുക്ക് ഫ്ലോയും വേണം, എവിടെയും ടച്ച് ചെയ്യാണ്ട് ഈ സൈഡിൽ തന്നെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ബാറ്ററി ട്രങ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പൊസിഷനിലാണ് എക്സോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു നീഡ് തന്നെയായിരുന്നു നമ്മൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇത് മനസ്സിലുണ്ടായിരുന്നോ ഹുഡ് എക്സിറ്റ് ചെയ്യണം? ഹുഡ് എക്സിറ്റ് അതായിരുന്നു മെയിൻ പ്ലാൻ. പുള്ളിക്ക് ഹുഡ് എക്സിറ്റ് ഓക്കെയാണ്, ഹുഡ് എക്സിറ്റ് വേണം, പിന്നെ ഫ്ലെയിം ത്രോവർ കിറ്റും വേണം എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്തത് അതിന് വേണ്ടിയുള്ളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ഷേപ്പിൽ നമ്മൾ എക്സോസ്റ്റ് എവിടെയും ടച്ചും ചെയ്യാൻ പാടില്ല, എൻജിൻ കേസും എവിടെയും ടച്ച് ചെയ്യാണ്ട് തന്നെ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് ചെയ്തത്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്പെയർ പാർട്സും കാര്യങ്ങളെല്ലാം ഈസിലി അവൈലബിൾ തന്നെയുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾറെഡി ടൈപ്പ് 2 സിറ്റിയുടെ സ്പേസ് അവൈലബിൾ ആണ്. അതെ അതെ. അപ്പോൾ ഒരു നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന ഒരാൾ സിറ്റി ഉണ്ടെങ്കിൽ പുള്ളിക്ക് അപ്പം എവിടുന്ന് തുടങ്ങണം? അതായത് ഒരു പെർഫോമൻസ് സൈഡ് ആണ് പുള്ളി നോക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു നല്ലൊരു എക്സോ സിസ്റ്റം, അതിപ്പോൾ സൗണ്ടിൻ്റെ കാര്യങ്ങളിൽ പുള്ളി ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം SSC തന്നെ അത് അടിക്കുക. പിന്നെ നല്ലൊരു എയർ ഫിൽറ്റർ, ഓപ്പൺ എയർ ഫിൽറ്റർ, അതായത് നല്ലൊരു രീതിക്കായിരിക്കണം പൈപ്പിങ്. അതായത് കോൾഡ് എയർ കിട്ടുന്ന രീതിക്ക്, ഒരിക്കലും ഹോട്ട് എയർ വലിച്ചെടുക്കരുത്. ആ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്തിട്ട് അത് തന്നെയാണ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. ഒരു പെർഫോമൻസ് സൈഡാണ് നോക്കുന്നത്. അതെ അതെ അതെ. നമ്മളൊരു 15 മോഡുള്ള ഒരു ബാങ്കർ കിറ്റാണ്. അതായത് നമുക്ക് ബാങ്ക്സിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഒരു 15 മോഡ്സിൽ. എങ്ങനെയാണ് ഇത് മോഡ് ചേഞ്ച് ആക്കുന്നത്? മോഡ് ചേഞ്ച് ആക്കുന്നത് നമുക്ക് ഇവിടെ ഒരു മൊഡ്യൂൾ ഉണ്ട്, അതിൻ്റെ തൊട്ട് മേളിൽ ഒരു റെഗുലേറ്റർ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് മനസ്സിലാവും, RPMൻ്റെ ഒരു വേരിയേഷൻ മനസ്സിലാവും. ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട്, അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അതെ അതെ. ഓക്കെ. അപ്പോൾ ഒരു പെർഫോമൻസ് കാർ ബിൽഡ് ചെയ്തപ്പം എന്തൊക്കെയായിരുന്നു നോക്കിയ പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ? നോക്കിയത് നമ്മ ചില വണ്ടികൾ മറ്റേ ഡീകംപ്രഷനും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ എൻജിൻ സൈഡ് നോക്കിയായിരുന്നു. അപ്പോൾ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾക്കും എൻജിൻ സൈഡ് ക്ലിയർ ആയിരിക്കണം? എൻജിൻ സൈഡ് ക്ലിയർ ആയിരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം എന്താ പറയുക അബ്യൂസിങ് ആണ് ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻജിൻ പക്കാ കണ്ടീഷൻ ആയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് പ്രശ്നങ്ങളുണ്ടാകും. ഓണറിന്റെ റിക്വയർമെന്റ് ആയിരുന്നോ ബാങ്കർ കിറ്റ് ചെയ്യണോ എന്ന്? അതെ അതെ അതെ. നമ്മ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മളുടെ ഒരു 1.5 ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ. അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ആള് സാറ്റിസ്ഫൈഡ് ആയിരുന്നു, ഇംപ്രസ്ഡ് ആയി. അപ്പൊ പുള്ളി അത് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു സജഷൻ വെച്ച് നമുക്ക് ഫ്ലെയിം കിറ്റും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോംബോ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അതും ഹുഡ് എക്സിറ്റിൽ ബാങ്കർ കിറ്റ് വിത്ത് ഫ്ലെയിം കിറ്റ് കോംബോ ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സജഷനും കൂടി വെച്ചപ്പോൾ ആള് എന്തായാലും നമുക്കത് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. പ്രാക്ടിക്കലി ഇപ്പോൾ നമ്മൾ ഹുഡ് എക്സോസ്റ്റ് അടിച്ചേക്കുന്നതുകൊണ്ട് ഇത് ഒരു റോഡ് ലീഗൽ കാർ അല്ല. നമ്മളിപ്പോൾ ഓടിക്കുന്നതും പ്രൈവറ്റ് സ്ഥലത്ത് തന്നെയാണ്. അതെ 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 അതെ. ഒരു ബാങ്കർ കിറ്റ് ചെയ്യുന്നതിൻ്റെ
എന്തൊക്കെയാണ് അതിൻ്റെ ദൂഷ്യഫലങ്ങളും അത് ഒരാൾ ചെയ്യുന്നത് നല്ലതാണോ? അതായത് കംപ്ലീറ്റ്ലി ഒരാളുടെ ചോയ്സാണത്. അതായത് ഇപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മളൊരു ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങണ ഒരു വണ്ടിയുടെ പുറത്ത് നമ്മൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൻജിൻ ലൈഫ് ആയാലും അതിൻ്റെ ഇതായിട്ടുള്ള ഇതുകളിൽ ബാധിക്കും. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ്ലി ഒരു യൂസർ ചോയ്സാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിപ്പോൾ നമ്മൾ മാക്സിമം അബ്യൂസ് ആണ് ചെയ്യണത്. ബാങ്കർ കിറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മൾ മാക്സിമം റെഡ് ലൈൻ ആയിരിക്കും യൂസിങ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എൻജിൻ ലൈഫിനെ ബാധിക്കുക എന്നുള്ളൊരു ഇതുണ്ടാവും. പിന്നെ പറയുമ്പോൾ ഇതിപ്പോൾ ഒരു ഹോണ്ട എൻജിൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി റിസ്ക് കുറവാണ്. റിലയബിൾ ആയതുകൊണ്ട് അത്രത്തോളം റിസ്ക് കുറവാണ്. അപ്പോൾ ഒരു ഷോ പർപ്പസ് കാറിനൊക്കെ ചെയ്താൽ മതി. അതെ അതെ അതെ. ഇപ്പം ഇൻ കേസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മ എപ്പോഴും യൂസ് ചെയ്യാതിരിക്കുക. അപ്പം ഒരു കാർ ബിൽഡ് ചെയ്യണം ഒരാൾക്ക്, അപ്പം ഇതിൻ്റെ കോസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പറയുമോ? കോസ്റ്റ് ഇപ്പോൾ ബാങ്കർ കിറ്റ് അറൗണ്ട് 35K വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഫ്ലെയിം ത്രോവർ കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് അറൗണ്ട് ഒരു 15K വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു കസ്റ്റം മെയ്ഡ് എക്സോസ്റ്റ് ആയതുകൊണ്ട്, ഇപ്പോൾ ഹുഡ് എക്സിറ്റ് ആയതുകൊണ്ട് അറൗണ്ട് 20-25Kയോളം അതിന് വന്നിട്ടുണ്ട്. അതെ, വിത്ത് ഇൻഡിയൻ. അപ്പോൾ ഇത് ഹുഡ് എക്സിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ജസ്റ്റ് ഷോ പർപ്പസ് കാർ മാത്രമാണ്. അതെ അതെ അതെ. കസ്റ്റമറും ഇത് ഷോ പർപ്പസ് മാത്രമാണ് യൂസ് ചെയ്യണത്. ഇപ്പോൾ ഓട്ടോ ഷോസ് കാര്യങ്ങളും മാത്രമായിട്ടാണ് യൂസ് ചെയ്യണത്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിക്കവറി വാനാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് ഷോക്ക് പോകുമ്പോൾ യൂസ് ചെയ്യണത്. റോഡ് യൂസ് ഇല്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും വണ്ടി പീരിയോഡിക്കലി നല്ല രീതിയിൽ അതെ അതെ, നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റഫ് യൂസ് ആണ് ഒന്നാമത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീരിയോഡിക് സർവീസസ് കുറച്ച് നേരത്തെ ചെയ്താൽ അത്രയും നല്ലത്. അതും കറക്റ്റായിട്ട് അവെയർ ചെയ്യാറുണ്ടോ ഇത് കാര്യങ്ങളെല്ലാം? അതെ അതെ, തീർച്ചയായും. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യണമെന്ന് പ്രത്യേകം പറയാറുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഒരു ഷോ കഴിയുമ്പോഴും പോകുമ്പോഴും കൂളൻ്റ് ടെമ്പറേച്ചർ നോക്കാൻ പറയാറുണ്ട്. ഓയിൽ ലെവല്, ഓയിലിൻ്റെ തിക്നെസ്, എല്ലാ കാര്യങ്ങളും നോക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? ഇപ്പം നമ്മളുടെ ഇത് ഫ്ലെയിം കിറ്റിൻ്റെ മൊഡ്യൂളാണ്. ഓണാക്കുന്നതിൻ്റെ ബട്ടണാണ്. പൈലറ്റ്, അതായത് ഒരു പൈലറ്റ് സ്വിച്ചാണ് കൊടുത്തേക്കണത്. പിന്നെ ഇത് ബാങ്കർ കിറ്റിൻ്റെ അത് ഓപ്പറേറ്റ് ചെയ്യണത് നമുക്കിവിടെ ഒരു പ്രസ് ബട്ടൺ വെച്ചിട്ടുണ്ട്. അത് വെച്ചാണ് ഓപ്പറേറ്റ് ചെയ്യണത്. പിന്നെ മോഡ്സ് ചേഞ്ച് ചെയ്യണത് റെഗുലേറ്ററിലാണ് നമ്മൾ മോഡ്സ് ചേഞ്ച് ചെയ്യണത്. അതെ. പിന്നെ നമ്മൾ ഒരു ആഫ്റ്റർ മാർക്കറ്റ് RPM മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മോമോഡ് സ്റ്റിയറിംഗ് വീല്. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്ന അണ്ടർ ദ ഹുഡാണ്. അപ്പം ബ്രോ, താങ്ക് യു. ഓക്കെ. വണ്ടി വന്ന് എല്ലാതും എക്സ്പ്ലെയിൻ ചെയ്തതിന് താങ്ക് യു. വണ്ടിയുടെ പെർഫോമൻസ് ചെയ്ത് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തതിന് താങ്ക് യു. അപ്പോൾ ഇനിയപ്പോൾ എങ്ങനെയായിരിക്കും ബിൽഡും കാര്യങ്ങളൊക്കെ? ഇനിയിപ്പോൾ പുള്ളി പുതിയ പ്ലാനുകളായിട്ട് വരുന്നുണ്ട് പെർഫോമൻസ് സൈഡിൽ. നോക്കാം. ഓക്കെ, റെഡിയാക്കാം. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.